എടാ ദിസ് ഇസ് സുധിൻ. എടാ ഞാൻ ഇംഗ്ലീഷിൽ ഈവിൾ ഡെഡ് ബേൺ ഞാൻ കണ്ടു. എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ തിയേറ്ററിൽ കാണണമെന്ന് വിചാരിച്ചിട്ട് നടന്നില്ല. അങ്ങനെ OTT വന്നു കണ്ടു. സത്യം പറഞ്ഞാൽ ഈ ഇടയ്ക്ക് ഇത്രയും മനോഹരമായിട്ടുള്ളൊരു കുടുംബ ചിത്രം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എന്ന് പറഞ്ഞാൽ കുടുംബക്കാർ തമ്മിൽ അങ്ങ് സ്നേഹം അങ്ങ് വാരി പൊത്തയാണ്. അത് തമ്മിൽ വെട്ടിയും കൊന്നും ചോരകളും കൊണ്ടും ആണെന്നേ ഉള്ളൂ. കമ്മിങ് ടു ഈ ഒരു പരിപാടിയിലോട്ട് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ എനിക്കിത് പ്രീവിയസ് പാർട്ട് 23-ലാണെന്ന് തോന്നുന്നു ലാസ്റ്റ് ഇറങ്ങി. അതിനെക്കാട്ടിയും എനിക്കിത് നല്ല രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ അതിപ്പോൾ വയലൻസ് ആയാലും ആ ഒരു ഹൊറർ എഫക്റ്റ് ആയാലും ലൈക്ക് ആ ഒരു കഥ പോണ രീതിയിലായാലും ഒമ്മോ വയ്യ എന്ന് പറഞ്ഞാൽ ചില സീനെ കാണുമ്പോൾ തോന്നുന്നത് എന്ന് പറഞ്ഞാൽ ഒരുമാതിരി ആയിപ്പോയി. സത്യം പറഞ്ഞാൽ ഇതിനകത്ത് ഒന്ന് ലിപ് ലോക്ക് വരെ ആ ഒരു കോൺസെപ്റ്റ് തന്നെ ഈ പടം കണ്ടതോടുകൂടി ഞാൻ വെറുത്ത്. വല്ലാത്തൊരു ഓക്വേർഡ് വിയേർഡ് പരിപാടിയായിരുന്നു. വയലൻസ് ഒക്കെ പീക്ക് സാധനം, പീക്ക് വയലൻസ് എന്ന് പറഞ്ഞാൽ അത് നല്ല വൃത്തിക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം വയലൻസ് ആവട്ടെ ഹൊറർ എഫക്റ്റ് ആവട്ടെ ഈവൻ എന്ന് പറഞ്ഞാൽ ലൈക്ക് ഇതിൻ്റെ ഷോട്ടുകളൊക്കെ കിട്ടില്ല സാധനം. സോ പടം കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളെ ഒപ്പീനിയൻ പറയുക. എനിക്ക് എന്തായാലും നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട് ഈ ഒരു പടം. എന്തായാലും ബാക്കി വരും, കാരണം അങ്ങനെയൊക്കെ കൊടുത്താണ് തീർത്തേക്കുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ അബൌട്ട് ഈവിൾ ഡെഡ് ബേൺ ഫ്രം മൈ സൈഡ്.